കണ്ണൂർ ചുട്ടാട് അഴിമുഖത്ത് ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചതിൽ വലിയ പ്രതിഷേധം. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്താണ്? ശക്തമായ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിൽ ഉണ്ടാവുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറെ സമയമായി ഫിഷറീസ് ഓഫീസ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുകയാണ്. ഉദ്യോഗസ്ഥരുൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയവരോട് ചർച്ച നടത്തുകയാണ്. ഇവർ പ്രധാനമായും പറയുന്നത് ഇന്ന് രാവിലെ പോലും ഈ ചൂട്ടാട് അഴിമുഖത്ത്, പ്രത്യേകിച്ച് പഴയങ്ങാടി ചൂട്ടാട് മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. ഒരാഴ്ചക്കിടെ തന്നെ 3 മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത്. ഈ ചൂട്ടാട് അഴിമുഖത്തുള്ള പുലിമുട്ടിന്റെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് ഇത്തരത്തിൽ മണൽത്തിട്ടകൾ രൂപപ്പെടുകയും ആ മണൽത്തിട്ടകളിൽ ഇടിച്ച് ബോട്ടുകൾ മറിയുകയും അപകടമുണ്ടാവുകയും ചെയ്തത്. ആ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിന് വേണ്ടി പലതവണ ആവശ്യപ്പെട്ടതാണ്. അധികൃതർക്ക് മുന്നിൽ ആ വിഷയം പലതവണ ഉന്നയിച്ചതാണ്. ഇതേ ഫിഷറീസ് ഓഫീസിൽ തന്നെ മുമ്പ് അപകടമുണ്ടായ ഘട്ടത്തിലൊക്കെ ഇവർ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അതിലൊന്നും ഒരു നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ അസം സ്വദേശിയായിട്ടുള്ള അലി എന്ന മത്സ്യത്തൊഴിലാളി ഫൈബർ ബോട്ട് ഈ മണൽത്തിട്ട ഇടിച്ച് അപകടത്തിൽപ്പെടുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരാഴ്ചക്കിടെ 3 പേരുടെ ജീവനാണ് നഷ്ടമായത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 20-ലധികം അപകടങ്ങൾ ഈ ചൂട്ടാട് ഈ മേഖലയിൽ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഈ ഫിഷറീസ് ഓഫീസ് ഇപ്പോൾ ഉപരോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. പ്രത്യേകിച്ച് മൃതദേഹം ഉൾപ്പെടെ എടുത്തുകൊണ്ട് മൃതദേഹവുമായുള്ള പ്രതിഷേധം ഉൾപ്പെടെ അത്തരം കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ സമയമായി മത്സ്യത്തൊഴിലാളികൾ ഈ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു വരികയാണ്. ഇപ്പോൾ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തി ഇവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും എന്തായാലും ഫലം കണ്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ 100 ആൾക്കാരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്, പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. അതിൽ ഇതിനകത്തുള്ള മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, പുറത്തും ഈ ഓഫീസ് കെട്ടിടം വളഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇവർ അതായത് അഴിമുഖത്ത് ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചതിലാണ് വലിയ പ്രതിഷേധം. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.